കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ മുഴുവനായും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുക എന്ന പാഠഭാഗമാണ്. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് 7ാമത്തെ പാഠമാണ്, പ്രായോഗിക പ്രാർത്ഥന. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രായോഗിക പ്രാർത്ഥനാ ജീവിതം എപ്രകാരം നയിക്കാം എന്ന് ഇന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ രാജു ജോസഫ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം കഴിഞ്ഞ ആഴ്ച പഠിച്ചതുപോലുള്ളതായ ഒരു പാഠഭാഗമാണ് ഈ ആഴ്ചയിലും പഠിക്കാനുള്ളത്. പ്രാർത്ഥന വീരന്മാരുടെ അവരുടെ ജീവിത അനുഭവങ്ങളും അവർ എപ്രകാരമാണ് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് അടുത്ത് ജീവിച്ചത് എന്നതിനെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 62:8. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവിൻ, ദൈവം നമുക്ക് സങ്കേതം ആകുന്നു. സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അനുഭവ സമ്പത്തിൽ നിന്നുള്ളതായ പ്രാർത്ഥനയാണ്. സമാനമായ ധാരാളം പ്രവാചകന്മാരും പുരോഹിതന്മാരും മുൻകാലങ്ങളിൽ വച്ചിട്ട് പോയതായ മാർഗങ്ങൾ ദാവീദ് പരിശോധിക്കുകയും ദാവീദ് ദൈവത്തോട് പറയുകയും ചെയ്യുകയാണ്, ദൈവമേ, നീ എൻ്റെ സങ്കേതമാണ്, ഞാൻ നിന്നെ സങ്കേതമാക്കിയിരിക്കുന്നു. അതുപോലെ ജനത്തോട് പറയുകയാണ്, ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിക്കുക. വളരെ മനോഹരമായ ഒരു ആഹ്വാനമാണ്. പാസ്റ്റർ മഹേഷ്, ഇന്നത്തെ പാഠഭാഗത്തിൽ പറയുന്നതായ ഒരു കാര്യം കർമ്മേൽ പർവ്വതത്തിൽ സംഭവിച്ചതായ ഒരു സംഭവത്തെക്കുറിച്ചും തുടർന്ന് ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയുമാണ്. എന്താണ് ആ പ്രാർത്ഥനയുടെ കണ്ടന്റ്? എന്താണ് അതിനുശേഷം സംഭവിച്ചത്? ഇവിടെ കർമ്മേൽ പർവ്വതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, അവിടെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഏലിയ പ്രവാചകൻ അവിടെ ബാലിൻ്റെ വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ ബാലിൻ്റെ പ്രവാചകന്മാർ പരാജയപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. സ്വർഗത്തിൽ നിന്നും തീ ഇറക്കി സ്വർഗത്തിലെ ദൈവം യാഗവസ്തുവിനെ ദഹിപ്പിച്ച് ഏലിയാവിനും അവിടെ നിൽക്കുന്നതായിട്ടുള്ള മറ്റ് പ്രവാചകന്മാർക്കൊക്കെയും സത്യദൈവത്തെ വെളിപ്പെടുത്തുന്നത് കാണുവാൻ സാധിക്കും. അവിടെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഏലിയ പ്രവാചകൻ ബാലിൻ്റെ വിഗ്രഹങ്ങളെ വെല്ലുവിളിക്കുകയും ബാലിൻ്റെ ദേവന്മാരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ അതിനുശേഷം ആ ശക്തമായ വിജയത്തിന് ശേഷം ആഹാബ് രാജാവ് ചെയ്ത പ്രവൃത്തിയെ മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞ ഏലിയ പ്രവാചകൻ ചൂരൽ ചെടിയുടെ കീഴിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എനിക്ക് മതിയായി, ഇനി എനിക്ക് മരിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ ശക്തമായ വെല്ലുവിളി നേരിട്ട സമയത്ത് ശക്തമായി ദൈവം മുമ്പാകെ നിന്ന് ബാലിൻ്റെ വിഗ്രഹങ്ങളെ പരാജയപ്പെടുത്തിയ, ബാൽ ദേവന്മാരെ പരാജയപ്പെടുത്തിയ ആ ഏലിയ പ്രവാചകനോട് കൂടെ ഇരുന്ന് പ്രവാചകനെ നയിച്ച ദൈവസന്നിധിയിൽ നിന്നും മാറി ആഹാബ് രാജാവിൻ്റെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ പ്രവാചകന്മാരെ കൊന്നൊടുക്കി എന്ന് കേൾക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ ഇവിടെ ഏലിയാവിൻ്റെ മനസ്സ് വിഷമിക്കുകയും ഏലിയാവ് മരിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവം ഏലിയാവിനോട് ഇടപെടുകയും ഏലിയാവിനെ അവിടെ നിന്നും മാറ്റിക്കൊണ്ടുപോയി ആ സാഹചര്യത്തിൽ നിന്നും ഏലിയാവിനെ മറ്റൊരു ദൗത്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പാസ്റ്റർ രാജു, ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ എന്ത് എൻ്റെ നാമത്തിൽ യാചിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. നാം നമ്മുടെ മനസ്സിന് ഇണങ്ങിയതായ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തരില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ദൈവത്തിൻ്റെ നാമത്തിൽ നാം ചോദിക്കുന്നത് ദൈവം തരും എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ യാചനകളും നമ്മുടെ പ്രാർത്ഥനകളും എങ്ങനെയായിരിക്കും? നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും എപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചിട്ടുള്ളതായിരിക്കണം. സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ വ്യക്തി താല്പര്യങ്ങൾക്കോ വില നൽകുന്നതല്ലായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ളതായ നമ്മുടെ ഒരു പങ്കുവയ്ക്കലാണ്. നമ്മുടെ ആ പ്രാർത്ഥനയെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ദൈവത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ഇനി ആവശ്യമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ വേദപുസ്തകം പറയുന്നുണ്ട്, ഭോഗേച്ഛകൾക്ക് വേണ്ടി വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടും അതുപോലെ തന്നെ
സുരക്ഷിതമായ നമ്മുടെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ടും നാം ദൈവസന്നിധിയിൽ നിന്ന് വീണു പോകാതെ നിലനിൽക്കുന്നതുമായിട്ടുള്ള പ്രാർത്ഥനകളായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ ആവശ്യമാകുന്ന പ്രാർത്ഥനകൾ. പാസ്റ്റർ മഹേഷ്, നാം ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പാസ്റ്റർ രാജു പറഞ്ഞതിൻ്റെ അന്തസത്ത. നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതിന് പ്രകാരം നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് കർത്താവ് യേശുക്രിസ്തു പറയുന്നു. അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. അപ്പോൾ ദൈവ അനുസൃതമായിട്ട് ദൈവഹിതപ്രകാരം ദൈവകൽപ്പനകൾ അനുസരിച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകുമെന്ന്. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ദൈവകൽപ്പനകൾ അനുസരിക്കണം. കൽപ്പനകൾ അനുസരിച്ച് ദൈവഹിതപ്രകാരം ദൈവ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് നമ്മൾ പുത്രൻ്റെ നാമത്തിൽ, മറ്റൊരു ഭാഗത്ത് കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് യാചിച്ചാലും തരും. നിങ്ങൾ ഇതുവരെയും എൻ്റെ നാമത്തിൽ ഒന്നും യാചിച്ചിട്ടില്ല, യാചിച്ചിരുന്നുവെങ്കിൽ തരുമെന്നും കർത്താവ് യേശുക്രിസ്തു പറയുന്നു. അപ്പോൾ നമുക്ക് ദൈവം വ്യവസ്ഥ വച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭോഗ ഇച്ഛയ്ക്ക് അനുസരിച്ച് നമ്മൾ ചോദിച്ചാൽ ദൈവം തരത്തില്ല. പകരം നമ്മുടെ ആവശ്യം നമ്മളെ ദൈവം കൃത്യമായിട്ട് അറിയുന്നു. അത് നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അത് നമുക്ക് നൽകുമെന്നതിനൊരു സംശയവുമില്ല. എന്നാൽ നമ്മൾ ബേസിക്കായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ട് ദൈവഹിതപ്രകാരം ദൈവകൽപ്പനകൾ പ്രമാണിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അകൃത്യം നമ്മുടെ ഹൃദയത്തിൽ വച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കൽപ്പന അനുസൃതമായൊരു ജീവിതം നയിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് എന്ത് യാചിച്ചാലും ദൈവം അത് നൽകും എന്ന് പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നു. യാചിപ്പൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാം പ്രാർത്ഥനയെക്കുറിച്ചുള്ളതായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ, പല വ്യക്തികളുടെ പ്രാർത്ഥനയെക്കുറിച്ച് നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഹന്നയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹന്നയുടെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്കെന്താണ് പഠിക്കാനുള്ളത്? ഹന്നയെക്കുറിച്ചും ഹന്നയുടെ പ്രാർത്ഥനയെക്കുറിച്ചും നാം ചിന്തിക്കുമ്പോൾ മറ്റുള്ള പ്രാർത്ഥനകളിൽ നിന്നൊക്കെയും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. കാരണം ഹന്നയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൈനംദിന പ്രാർത്ഥന പോലെയുള്ള ഒരു അവസ്ഥയല്ലിത്. അവൾ ഒരു വന്ധ്യയായിട്ട് അഥവാ മക്കളില്ലാത്ത ഒരു മാതാവായിട്ട് പൊതുസമൂഹത്തിൽ നിന്നയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അവൾ ദൈവത്തിൻ്റെ ആലയത്തിലിരുന്നു കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. അവളുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുന്ന ഒരു അനുഭവമായിട്ടാണ്, അത് ഹൃദയവേദനയോടുകൂടി ആണ് അവർ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ടും ദൈവത്തോട് ഉരുവിടുന്ന പ്രാർത്ഥനകൾ പൊതുവിൽ നിന്ന ആളുകൾ കണ്ടിട്ട് പറഞ്ഞ് അവൾ മദ്യപിച്ചിട്ടാണ് ഈ വെറുക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നതേ എന്ന് വരെ അവർക്ക് ചിന്തിക്കുവാനിടയിൽ തീർന്നു. പക്ഷേ പിന്നീട് അവൾ എന്തുകൊണ്ടാണ് എന്താണ് ഞാൻ ചെയ്തത് എന്ന് പുരോഹിതനോട് പറഞ്ഞപ്പോൾ അതിന് ദൈവത്തിൽ കൂടി ഒരു ഉത്തരം ലഭിക്കാനായിട്ടിടയായി തീർന്നു. ഹന്നയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് വലിയൊരു സാക്ഷ്യമായി. എന്തിനു പറയുന്നു, അവിടുത്തെ ശുശ്രൂഷകന് പോലും ഒരു വലിയൊരു സാക്ഷ്യമായി മാറി. ഓരോ പ്രാർത്ഥനകളും അതിന് ഫലപ്രാപ്തി ഉണ്ടാകുമ്പോൾ അതൊരു സാക്ഷ്യമായി മാറും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഓരോ പ്രാർത്ഥനകളും ഓരോ സാക്ഷ്യങ്ങളായി മാറണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓരോരുത്തരെയും ഓർപ്പിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. പാസ്റ്റർ മഹേഷ്, നാം നമ്മുടെ പ്രാർത്ഥന ജീവിതം നയിക്കുമ്പോൾ പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാതെ വരും. ഈ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളെ നാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇവിടെ നമുക്കറിയാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തതായിട്ടുള്ള പല സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ചിലത് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം,
ചിലത് ദൈവം വൈകിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പക്ഷേ ആ സമയത്തൊന്നും നമ്മൾ തളർന്നു പോവുകയോ അല്ലെങ്കിൽ നമ്മൾ അവിശ്വാസികളായി തീരുകയോ ചെയ്യുവാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ വിശ്വാസത്തോടെ എന്ത് യാചിച്ചാലും തരും. നിൻ്റെ വിശ്വാസം കടുകുമണിയോളം ഉണ്ട് എങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും എന്ന് കാണുവാൻ സാധിക്കും. ഇനി അങ്ങനെ ഉത്തരം ലഭിക്കാതെ ഉള്ള പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ ദൈവം ചെവിക്കൊള്ളാത്തത് കൊണ്ടല്ല, പക്ഷേ ദൈവം തീർച്ചയായിട്ടും നമുക്ക് ആ ഉത്തരം നൽകും. അതിന് കർത്താവായ ദൈവം ഒരു ഉപമ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ക്രിസ്തു ഉപമകളിലൂടെ നമ്മോട് സംസാരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ യാചിക്കുമ്പോൾ നമുക്ക് ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, അതുപോലെ മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് തിരുവചനം ഇതിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. പാസ്റ്റർ രാജു, കർത്താവ് യേശു ക്രിസ്തു അനേക സന്ദർഭങ്ങളിൽ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ശിഷ്യന്മാർ തങ്ങൾക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു പ്രാർത്ഥന അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. കർത്താവ് യേശു ക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയാണോ തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? തീർച്ചയായിട്ടും അല്ല. കാരണം കർത്താവ് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രാർത്ഥിച്ചിരിക്കുന്നു. എന്നാൽ ശിഷ്യന്മാർ കർത്താവിനോട് പറയുകയാണ്, കർത്താവെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു. അവർ പ്രാർത്ഥന എന്താണ് എന്ന് അവർക്ക് ആ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ അറിയില്ലായിരുന്നു. ആയതുകൊണ്ടാണ് ഒരു പ്രാർത്ഥന നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. അത് പറഞ്ഞത് എന്താണ്? നമ്മൾക്ക് ആ പ്രാർത്ഥന വളരെ വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും. അത് പറയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഈ ഭൂമിയിൽ ഉണ്ടാകണം, അഥവാ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത്. ഈ ഇസ്രായേൽ ജനത്തിൽ നിന്നാണല്ലോ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുകയും വേർതിരിക്കുകയും ഒക്കെ ചെയ്തത്. തീർച്ചയായിട്ടും അവർക്ക് പ്രാർത്ഥന അറിയില്ല എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അവർ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞാൽ അവർ യഹൂദ നിയമപ്രകാരമുള്ളതായ പ്രാർത്ഥനകളാണ്. അതെ, അത് ഈ നാം ആവർത്തന പുസ്തകം 5-ാം അധ്യായം പരിശോധിക്കുന്നതായ സമയത്ത് അവിടെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ക്ഷേമ എന്നുള്ളതായ ഒരു ഭാഗമുണ്ട്. അത് എല്ലായ്പ്പോഴും അവർ അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അവരുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ളതായ ഒരു അറിവും പരിജ്ഞാനവും അവർക്കില്ലാതായിരുന്നു. പാസ്റ്റർ മഹേഷ്, അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ വാസ്തവമായി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിലുപരി ആ പ്രാർത്ഥിക്കാനുള്ളതായ കാര്യങ്ങളുടെ ക്രമം എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. ഈ ക്രമമായി പ്രാർത്ഥിക്കേണ്ടതിൻ്റെതായ ആവശ്യം എത്രമാത്രം വലുതാണ്? ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പല രീതിയിലുള്ള പ്രാർത്ഥനകൾ കാണുവാൻ സാധിക്കും. ചില ഭാഗങ്ങളിൽ ദൈവത്തോട് ഫൽസിച്ച് അവിടെ നിന്ന് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ചോദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ചില സമയത്ത് ദൈവത്തോട് ആജ്ഞാപിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ സ്തുതിക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. നമുക്ക് അനുതാപമുള്ളൊരു ഹൃദയമുണ്ടാകണം. മൂന്നാമതായിട്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നമ്മൾ നന്ദി അറിയിക്കണം. ദൈവം ഇത്രത്തോളം നടത്തിയ വിധങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി അറിയിക്കണം. അതിനുശേഷമാണ് നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതിന് വിഭിന്നമായിട്ട് നമ്മൾ ദൈവത്തോട് നമ്മൾ പറയുന്നത് മാത്രം ദൈവം കേൾക്കണമെന്നുള്ള രീതിയിൽ നമ്മൾ ഒരു വലിയ ലിസ്റ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീട്ടുന്നു. അതുപോലെ തന്നെ ദൈവത്തോട് ആജ്ഞാപിക്കുന്നു. ഒരു താഴ്മയുടെ മനോഭാവത്തോടെ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതിന് പകരം ദൈവമേ അവിടുന്ന് തന്നേ മതിയാകുകയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ആർക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ ക്രമമായിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തോട് നമ്മൾ അനുതപിച്ച് ദൈവസന്നിധിയിൽ നന്ദി ഉള്ളവരായിട്ട് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ചെവിക്കൊള്ളാം. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞത്, നിങ്ങൾ എന്ത് യാചിച്ചാലും ദൈവം കേൾക്കും, എൻ്റെ നാമത്തിൽ യാചിക്കുന്ന എല്ലാം നിങ്ങൾക്ക് നൽകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എപ്രകാരമാണോ പ്രാർത്ഥിച്ചത് എന്ന് നാം മനസ്സിലാക്കുകയും ആ ഒരു മനോഭാവത്തോടുകൂടെ നാം പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും. മറിച്ച് നാം ഒരു വ്യക്തി നശിച്ചു പോകുന്നതിനും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഇല്ലായ്മ ചെയ്തു പോകണമെന്നും അസൂയ കൊണ്ട് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനകളൊന്നും സ്വർഗത്തിലെ ദൈവം കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യില്ല. എന്നാൽ ദൈവഹിതം എന്താണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ
എൻ്റെ ഒരു അയൽക്കാരൻ മാനസാന്തരപ്പെടണമെന്നും അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു മദ്യപാനിയാണ്, ആ മദ്യപാനത്തിൽ നിന്ന് മാറണമെന്നും ഒരു വ്യക്തി കടഭാരത്തിലിരിക്കുന്നു, അവൻ്റെ കടം മാറണമെന്നും നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം ആ പ്രാർത്ഥനകളെല്ലാം കേൾക്കുകയും ദൈവം അവരുടെ അവസ്ഥകളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ ദൈവമക്കളെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവം നമ്മുടെ പ്രാർത്ഥന എപ്രകാരമാണ് കേൾക്കുന്നത്, നാം പ്രാർത്ഥിക്കേണ്ടതിൻ്റെതായ ആവശ്യകത എന്താണ്. സങ്കീർത്തനക്കാരൻ 139 സങ്കീർത്തനത്തിൽ പറയുന്നത്, ഉഷസ്സിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ചെന്ന് പാർത്താലും അവിടെയും നിൻ്റെ കരം എന്നെ നടത്തും, ഇരുള് പോലും നിനക്ക് മറവായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് എല്ലാം അറിയുന്നു, സകലവും അറിയുന്നു. നമ്മുടെ നന്മയും നമ്മുടെ തിന്മയും നമ്മുടെ ഓട്ടവും ചാട്ടവും പ്രവർത്തനം എല്ലാം ഹീനോസ്. അങ്ങനെയാണെങ്കിൽ നാം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവം സകലവും അറിയുന്നല്ലോ. നാം പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം നമ്മെ അറിയുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി നാം ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നതാണ്. ദൈവം നമ്മെ അറിയുന്നവനാണ് എങ്കിലും ദൈവം നൽകിയിരിക്കുന്ന, നമ്മൾ മുമ്പേ പ്രതിപാദിച്ചതുപോലെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം വളരെ വളരെ അനിവാര്യമാണ്. നമ്മളെ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടിയും നമ്മുടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയും ഒക്കെയും നാം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ദൈവത്തേക്ക് അടുക്കുവാൻ സാധ്യമാകും. ദൈവം എന്താകുന്നു എന്ന് നമുക്കറിയാമെന്ന് നാം പറഞ്ഞുവെങ്കിൽ പോലും ദൈവത്തിനോട് നാം കൂടുതൽ അടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റി തരികയുള്ളൂ. ദൈവത്തിനെല്ലാം അറിയാം, ദൈവം എനിക്ക് തന്നോട്ടെ എന്നുള്ള ചിന്തയോടുകൂടി നാം ഇരുന്നാൽ ഒരിക്കലും നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് വേദവസ്തം തന്നെ പറയുന്നുണ്ട്, നീ എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടിപ്പായിട്ട് അപേക്ഷിക്കണം, അപ്പോൾ മാത്രമേ നിനക്ക് വേണ്ടി തുറക്കപ്പെടൂ. നീ യാചിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം, എന്നാൽ നിനക്ക് ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിനോട് ചോദിക്കേണ്ടയും നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റപ്പെടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കുന്നത്. വേദപുസ്തകം നാം പരിശോധിച്ചാൽ അനേക വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധ്യമാകും. അവരൊക്കെയും ദൈവത്തോട് ചേർന്ന് നടന്നവരാണ്. എന്തിനു നമ്മൾ പറയുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ നാം എടുത്തു നോക്കുക. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവവുമായിട്ടൊരു ബന്ധം. പാസ്റ്റർ മഹേഷ്, സാധാരണ നാം അറിയപ്പെടുന്നതും സർവേകളിലൊക്കെ നമുക്ക് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നത്, ഈ കഷ്ടതയും പ്രയാസവും അനുഭവിക്കുന്നവരുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലുമൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ തോത് വളരെ വലുതാണ്. എന്നാൽ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതായ ആൾക്കാരുടെ ഇടയിൽ പ്രാർത്ഥനാ ജീവിതം വളരെ ചെറുതാണ്. അപ്പോൾ എല്ലാം സുഭിക്ഷമായി എല്ലാം നന്നായിരിക്കുന്നതായ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യമുണ്ടോ എന്നതായ ഒരു ചോദ്യം നാം എങ്ങനെ കൈകാര്യം ചെയ്യും? ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, നമ്മൾ നേരത്തെ ചിന്തിച്ചു പ്രാർത്ഥനയുടെ ക്രമം. ആദ്യം നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു, പിന്നെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു, അതിനുശേഷം ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നു, അതിനുശേഷം നമ്മുടെ ആവശ്യത്തിന് ദൈവസന്നിധിയിൽ നമ്മൾ നിരത്തുന്നു. എന്നാൽ ഇതാണ് ഒരു പ്രാർത്ഥനയുടെ ക്രമം വേദപുസ്തകം നൽകുന്നത്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സന്തോഷവേളയിൽ നമ്മൾ ദൈവത്തെ മറക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ ദൈവത്തോട് അധികം പ്രാർത്ഥിക്കാത്തതായിട്ടുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു. എന്നാൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഏറുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ വേദപുസ്തകത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് യോബ്. യോബിൻ്റെ സന്തോഷവേളയിൽ യോബ് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവിടെ തിരുവചനം പറയുന്നത്, തങ്ങളുടെ മക്കളുടെ താന്താന്തങ്ങളുടെ ദിവസത്തിങ്കൽ അവരെല്ലാവരും കൂടി വരികയും അവർ ദൈവത്തെ സ്തുതിക്കുകയും അവരുടേതായിട്ടുള്ള കാര്യാദികളിൽ ഏർപ്പെടുകയൊക്കെയും ചെയ്യും. അതിനുശേഷം യോബ് ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തി, ഈ കൂടിവരവിൽ തങ്ങളുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചിന്തിച്ച് യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം കഴിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്യുന്നു. സന്തോഷവേളയിൽ ദൈവത്തെ മുറുകെ പിടിച്ച യോബിനെ കാണുവാൻ സാധിക്കും. എന്നാൽ തൻ്റെ ജീവിതത്തിൽ പ്രയാസം വരുന്ന സമയത്തും അതുപോലെ തന്നെ യോബ് ദൈവത്തെ മുറുകെ പിടിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് വിശ്വാസത്തോടുകൂടെ യോബ് ദൈവസന്നിധിയിൽ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ യോബിൻ്റെ ജീവിതത്തെ പോലെ തന്നെ രണ്ട് ഘട്ടങ്ങളിലും, പ്രയാസവേളകളിലും സന്തോഷവേളകളിലും നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അല്ലാതെ പ്രയാസവേളയിൽ മാത്രം നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതായിട്ട്, ദൈവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതയും പ്രയാസവും ഒക്കെയും എന്ന് നമ്മൾ ചിന്തിക്കാതെ,
യോബ് പറഞ്ഞതുപോലെ, തൻ്റെ ഭാര്യയോട് പറഞ്ഞതുപോലെ, സന്തോഷവേളയിൽ എല്ലാം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിച്ചു, ഈ സമയത്ത് നീ എന്തിനാണ് ഇങ്ങനെ മാറി ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചതുപോലെ നമ്മൾ എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തെ മുറുകെ പിടിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. നാം ദാവീദിൻ്റെ ജീവിതാനുഭവം മനസ്സിലാക്കുമ്പോൾ, ദാവീദ് യുദ്ധത്തിൽ ജയിച്ചു വന്നപ്പോൾ ദൈവത്തിന് പാടി മഹത്വപ്പെടുത്തി നൃത്തം ചെയ്തു എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പ്രെയർ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിനും സന്തോഷവേളയിൽ നന്ദി കരകയറ്റുവാനും ആഘോഷിക്കുവാനും തക്കവണ്ണം സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നന്മ അനുഭവിക്കുമ്പോഴും നാം ദൈവത്തിന് നന്ദിയുള്ളവരായി പ്രാർത്ഥനാ ജീവിതം നയിക്കണം എന്നാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. പാസ്റ്റർ രാജു, പ്രാർത്ഥനയിൽ വിശ്വാസത്തിൻ്റെ പങ്ക് എത്രമാത്രം വലുതാണ്, അല്ലെങ്കിൽ വിശ്വാസ വർധനയ്ക്ക് പ്രാർത്ഥന എത്രമാത്രം സഹായകരമാകും? പ്രാർത്ഥനയ്ക്ക് വിശ്വാസം വളരെ അത്യന്താപേക്ഷിതമാണ്. വേദപുസ്തകം തന്നെ അതാണ് പറയുന്നത്, പ്രാർത്ഥിച്ചാൽ അത് ലഭിച്ചു എന്ന് നാം വിശ്വസിക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് നിരത്തുന്നത് മാത്രമല്ല, അത് പ്രാപിച്ചു എന്ന് നാം വിശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഇരട്ടിയാകും. നാം വ്യക്തിജീവിതത്തിൽ ഓർക്കേണ്ട പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസമില്ലാതെയാണെങ്കിൽ അതൊരു നിർജ്ജീവമായ പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് എപ്പോഴും അത് ജീവനും ചൈതന്യവും ഉണ്ടെങ്കിൽ അത് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. നാം വിശ്വാസത്തോടു കൂടി ചോദിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ സാധ്യമാകുകയുള്ളൂ. ദൈവമക്കളാകുന്ന നമ്മളെ എല്ലാവരുടെയും ദൈനംദിന ജീവിതം നാം ഒന്ന് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ദിവസത്തെയും നമ്മുടെ നടത്തിപ്പ് അത് ദൈവത്തിൻ്റെ ആ വലിയ കരുതലാണ്. ആ കരുതലിനെയാണ് നമ്മൾ നന്ദി പറയുകയും ദൈവത്തോട് കൂടുതൽ അടുത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് കൂടുതൽ കാര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. അത് നമ്മുടെ വിശ്വാസത്തെ വലിയ സ്ഥാനത്തെത്തിക്കുക. നമുക്ക് എത്രയോ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ കാണുവാൻ സാധിക്കും. അബ്രഹാമിനെ നോക്കിയാലും ഇസഹാക്കിനെ നോക്കിയാലും യാക്കോബിനെ നോക്കിയാലും മറ്റു നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ പ്രാർത്ഥനാവീരന്മാരായിരുന്നു. പ്രാർത്ഥന ജീവിതം നയിച്ചവരെയാണ് നാം വിശ്വാസികളുടെ പിതാക്കന്മാരെന്ന് വിളിക്കുന്നത്. ദൈവം ഈ പാഠത്തെ അനുഗ്രഹിക്കട്ടെ. ചർച്ച ചെയ്തതായ പാസ്റ്ററെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പാസ്റ്റർ മഹേഷ്, താങ്ക് യു വെരി മച്ച്. പാസ്റ്റർ മഹേഷുമായിട്ട് ചുരുക്കമായി പ്രാർത്ഥിക്കും. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ എൻ്റെ ദൈവം ഈ പാഠത്തിലൂടെ ഇടയാക്കിയ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അടികൾ ഈ പാഠം പഠിക്കുക മാത്രമല്ല കർത്താവേ, അതിന് പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ ജീവിതം അടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും എൻ്റെ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരായി തീർന്നാൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.